ലോക സിനിമാ പ്രേക്ഷകർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഒരു ക്രിസ്റ്റഫർ നോളൻ ചിത്രത്തിന് റിലീസിന് മുൻപേ ഇത്രയധികം വിവാദങ്ങളും വിമർശനങ്ങളും വെറുപ്പും നേരിടേണ്ടി വരുമെന്ന്. 3000 വർഷം പഴക്കമുള്ള ഹോമറിന്റെ ഒഡീസിയുടെ അഡാപ്റ്റേഷനും സ്വാധീനവും ഹോളിവുഡ് മുതൽ ഇങ്ങ് മോളിവുഡ് വരെ കാണാൻ സാധിക്കും. അങ്ങനെയിരിക്കെയാണ് നോളന്റെ ഒഡീസിയുടെ ടീസർ എത്തുന്നത്. ടീസറിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് ലെറ്റ്സ് ഗോ ഡാഡി പോലെയുള്ള മോഡേൺ ഇംഗ്ലീഷിലായിരുന്നു എന്നതാണ് ആദ്യമുയർന്ന വിവാദം. പിന്നീട് ട്രെയിലറിൽ കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണത്തിലും മറ്റും മുഴച്ചു നിന്ന ചരിത്രത്തോട് നീതി പുലർത്താത്ത ആവിഷ്കാരവും വിമർശന വിധേയമായി. എന്നാൽ അവയൊക്കെ വിവാദത്തിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. സ്പാർട്ടയിലെ രാജാവായ മെലിനോസിന്റെ ഭാര്യയായ ലോകസുന്ദരി ഹെലനെ ട്രോയ് രാജകുമാരൻ അപഹരിച്ചതിനെ തുടർന്നുണ്ടായ ട്രോജൻ യുദ്ധത്തിന്റെ കഥ പറയുന്ന ഹോമറിന്റെ ഇലിയഡ് എന്ന കാവ്യത്തിന്റെ 2ാം ഭാഗമാണ് ഒഡീസി. ട്രോജൻ യുദ്ധത്തിന് ശേഷം ജന്മനാടായ ഇത്താക്കയിലേക്ക് തനിക്കായി കാത്തിരിക്കുന്ന മകന്റെയും ഭാര്യയുടെയും അടുക്കലേക്ക് എത്താനുള്ള പടനായകൻ ഒഡീസിയസ് നടത്തുന്ന മടക്കയാത്രയിൽ നേരിടുന്ന 10 വർഷത്തെ പ്രതിസന്ധികളാണ് ഒഡീസിയുടെ പ്രമേയം. ചിത്രത്തിലെ കാസ്റ്റിംഗ് ആയിരുന്നു ഏറ്റവും അധികം ആരാധകരെ വിരളി പിടിപ്പിച്ച കാര്യം. യുദ്ധത്തിന് കാരണമായ ഹെലനായി ആഫ്രിക്കൻ അമേരിക്കൻ നടിയായ ലുപ്പീറ്റ നിയോങ്ങിനെയും ഗ്രീക്ക് വീരനായകനായ അക്കിലസായി ട്രാൻസ്മാനായ ഏലിയറ്റ് പേജിനെയും കാസ്റ്റ് ചെയ്തത് ഇതിഹാസത്തോടും ആരാധകരോട് തന്നെയും ചെയ്യുന്ന ആത്മാർത്ഥത ഇല്ലായ്മയാണ് എന്നതാണ് ആ വിവാദങ്ങളുടെ സാരം. പലരും മേൽപ്പറഞ്ഞ കാസ്റ്റിംഗ് ചോയ്സുകളുമായി താരതമ്യം ചെയ്യുന്നത് ട്രോയ് എന്ന ചിത്രവുമായാണ്. എന്നാൽ അതിലെ ഹെലനും അക്കിലസും തന്നെ ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് അല്ല, ഹോളിവുഡിന്റെ മറ്റൊരു വെള്ളപൂശൽ മാത്രം. അന്നില്ലാത്ത വിമർശനം ഇന്നുയർന്നതിന് കാരണം വംശീയ വിദ്വേഷവും ഹോമോഫോബിയയുമാണ് എന്നൊരു വാദമുണ്ട്. എന്നാൽ ട്രോയ് എന്ന ചിത്രവും വിമർശന വിധേയമായിരുന്നു എന്നതാണ് സത്യം. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വിമർശനത്തിന് മൂർച്ച കൂടുന്നു എന്ന് മാത്രം. ഈ 2 കഥാപാത്രങ്ങൾ മാത്രമല്ല, ഒഡീസിയസും ടെലിമക്കസും അടക്കം ആരും ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് അല്ല. എന്നാൽ ഒഡീസിയുടെയും മറ്റും കൊക്കേഷ്യൻ പതിപ്പുകൾ ഹോളിവുഡിൽ സർവ്വസാധാരണമായതിനാലാവാം ആരാധകർക്ക് അവയിലൊന്നും അത്ര പരാതിയില്ല. എല്ലാത്തിലുമുപരി ഡിസ്നിയെയും മാർവലിനെയും പോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെ പരാജയത്തിന്റെ പടികുഴിയിലെത്തിക്കാൻ പങ്കുവഹിച്ച വോക്ക് കൾച്ചറിന്റെ പശ്ചാത്തലവും വിമർശനത്തിന്റെ കാതലായ കാരണമാണ്. ലിംഗവിവേചനം, വംശീയത, സ്ത്രീവിരുദ്ധത എന്നിവയ്ക്കെല്ലാം എതിരെ രൂപപ്പെടുത്തിയ വോക്ക് എന്ന സിദ്ധാന്തം ഹോളിവുഡിൽ 2010 ശേഷം വളരെ ഫോഴ്സ്ഫുള്ളി തിരികെ കയറ്റിയത് സിനിമകളുടെയും സീരീസുകളുടെയും എല്ലാം നിലവാരത്തെയും പ്രേക്ഷക പ്രീതിയെയും എല്ലാം സാരമായി ബാധിച്ചിരുന്നു. അത്തരം ചിത്രങ്ങൾക്ക് ഓസ്കർ അടക്കമുള്ള പുരസ്കാര നിശകളിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ച പശ്ചാത്തലത്തിലുള്ള നോളന്റെ ഈ പ്രവൃത്തി ഓസ്കാർ നോട്ടമിട്ടാണ് എന്നുവരെ ആരോപണങ്ങളുണ്ട്. ഇതിനിടയിൽ നോളൻ എടുക്കുന്നത് ഒഡീസിയുടെ നേരാവിഷ്കാരമല്ല, മറിച്ച് എമിലി വിൽസന്റെ അഡാപ്റ്റേഷന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇതിഹാസ കാവ്യത്തിൽ സ്ത്രീകൾക്ക് വളരെ കുറച്ച് പ്രാധാന്യമേ നൽകിയിട്ടുള്ളൂ എന്ന സാക്ഷാൽ ഹോമർക്ക് നേരെയുള്ള ലുപ്പീറ്റയുടെ വിമർശനം വിവാദങ്ങൾ കൊഴുപ്പിച്ചു. ഏതായാലും അപ്പോഴും ഇന്ത്യനും ഈസ്റ്റ് ഏഷ്യനും ബ്രിട്ടീഷും അമേരിക്കനും ആഫ്രിക്കൻ അമേരിക്കനും അടക്കം ഇത്രയധികം വംശജർ ചിത്രത്തിന്റെ ഭാഗമായിട്ടും ഗ്രീസിന്റെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിയ ഇതിഹാസ കാവ്യത്തിന്റെ അഡാപ്റ്റേഷനിൽ ഒരൊറ്റ ഗ്രീക്ക് അഭിനേതാക്കളും ഇല്ല എന്നത് വിമർശന വിധേയമാകുന്നതിൽ അത്ര അത്ഭുതമില്ല. ആ വിമർശനത്തെ ട്രാൻസ്ഫോബിയയുടെയും വംശീയ അധിക്ഷേപത്തിന്റെയും കവചം വെച്ച് തടയാനാവുമോ എന്നറിയാൻ ചിത്രത്തിന്റെ റിലീസ് വരെ കാത്തിരിക്കണം.